നമസ്കാരം. ചില പേരുകളില്ലേ, കേൾക്കുമ്പോൾ തന്നെ ഒരു കഥ മനസ്സിലേക്ക് ഓടിവരും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ പേരും അങ്ങനെയാണ്. ഒരു വലിയ നഷ്ടത്തിന്റെ കഥ പറയുന്ന ഒരു പേര്. കാലത്തിന്റെ കുത്തൊഴുക്കിൽ തകർന്നുപോയ ഒരു മഹത്തായ സാമ്രാജ്യത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ സ്ഥലം. ഹാലേബീഡു ഇതൊരു കന്നഡ വാക്കാണ്. അതിന്റെ അർത്ഥമെന്താണെന്നറിയാമോ? പഴയ പാളയം, അല്ലെങ്കിൽ കുറച്ചുകൂടി ശരിയായി പറഞ്ഞാൽ നശിച്ച നഗരം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു പേരിൽ തന്നെ ഒരു നഗരത്തിന്റെ മുഴുവൻ ദുരന്തവും ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് പ്രൗഢിയിൽ തിളങ്ങി നിന്ന ഒന്നിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ആ പേര് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരുമല്ലേ, ഈ നഗരം ഇങ്ങനൊരു നാശമായി മാറുന്നതിനു മുൻപ് എന്തായിരുന്നു അതിന്റെ കഥ? വാ, നമുക്ക് ആ കാലത്തിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ കഥയുടെ ആദ്യ ഭാഗം സമുദ്രകവാടത്തിൽ നിന്ന് നാശത്തിലേക്ക്, ഒരു മഹത്തായ തലസ്ഥാനത്തിന്റെ ഉയർച്ചയും താഴ്ചയുമാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഈ നഗരത്തിന്റെ പഴയ പേര് ദൊരസമുദ്ര എന്നായിരുന്നു. അതിന്റെ അർത്ഥം സമുദ്രത്തിലേക്കുള്ള കവാടം എന്ന്. എങ്ങനെയുണ്ട്? ആ പേരിൽ തന്നെയുണ്ട് അതിന്റെ പ്രൗഢി. അവിടെ നിന്ന് നശിച്ച നഗരം എന്ന ഹാലേബീഡുവിലേക്കുള്ള ആ ഒരു മാറ്റം, അതുമതി ആ നഗരം അനുഭവിച്ച ദുരന്തത്തിന്റെ ആഴം മനസ്സിലാക്കാൻ. അതിന്റെ പ്രതാപകാലത്ത്, അതായത് ഏതാണ്ട് 11-ാം നൂറ്റാണ്ടിലൊക്കെ, ഹൊയ്സാല സാമ്രാജ്യമെന്ന് പറഞ്ഞാൽ വൻ സംഭവമായിരുന്നു. കാവേരി നദിക്കും കൃഷ്ണ നദിക്കും ഇടയിലുള്ള ആ ഒരു വലിയ പ്രദേശം മുഴുവൻ അവരുടെ കയ്യിലായിരുന്നു. അപ്പോൾ പിന്നെ സമ്പത്തിനൊരു കുറവുമില്ല. ഈ പണം അവരുടെ ഖജനാവ് നിറച്ചെന്ന് മാത്രമല്ല, ലോകം പിന്നീട് കാണാൻ പോകുന്ന ചില മഹാത്ഭുതങ്ങൾക്കുള്ള അടിത്തറ കൂടിയായിരുന്നു അത്. ഈ ടൈം ലൈൻ ഒന്ന് നോക്കിക്കേ. 11-ാം നൂറ്റാണ്ടിൽ ദൊരസമുദ്ര ഒരു ഗംഭീര തലസ്ഥാനമായി ഉദിച്ചുയരുന്നു. എല്ലാം അടിപൊളിയായി പോകുന്നു. പക്ഷേ വെറും 2 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്കും 1311, പിന്നെ 1326, ഈ 2 വർഷങ്ങളിൽ നടന്ന ആക്രമണങ്ങൾ ആ നഗരത്തെ ശരിക്കും തകർത്തെറിഞ്ഞു. ഒടുവിൽ 1342 ആയപ്പോഴേക്കും മനക്കവുമില്ലാത്ത ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ഥലമായി അത് മാറി, ഹാലേബീഡു. ആ കൊള്ളയുടെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ ഈ ഒരു വാചകം മതി. ഒട്ടകം നിറയെ ആഭരണങ്ങളും സ്വർണവും വെള്ളിയും കൊണ്ടുപോയത്രേ. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്രമാത്രം സമ്പത്തുണ്ടായിരുന്നിരിക്കണം ആ നഗരത്തിൽ. അക്ഷരാർത്ഥത്തിൽ ആ നഗരത്തിന്റെ ജീവൻ തന്നെയാണ് അവർ ഊറ്റിക്കൊണ്ടുപോയത്. പക്ഷേ ആ നാശത്തിനിടയിലും തകരാതെ പിടിച്ചുനിന്നൊരു മഹാത്ഭുതം എന്നും അവിടെയുണ്ട്. അതാണ് നമ്മുടെ കഥയുടെ ഹൃദയം. ഹൊയ്സാല കലയുടെ എല്ലാം കിരീടമെന്ന് പറയാവുന്ന ആ ഹൊയ്സാലേശ്വര ക്ഷേത്രം. 1-2 വർഷമല്ല, ഏകദേശം ഒരു നൂറ്റാണ്ട്, അത്രയും കാലമെടുത്താണ് ഈ ക്ഷേത്രം പണിതുയർത്തിയത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു തലമുറ തുടങ്ങിവെച്ച പണി അടുത്ത തലമുറ ഏറ്റെടുത്ത്, അങ്ങനെ എത്രയെത്ര ശില്പികളുടെയും തൊഴിലാളികളുടെയും ജീവിതകാലത്തെ മുഴുവൻ അധ്വാനമാണ് ഈ കല്ലുകൾക്ക് പിന്നിലുള്ളത്. 19-ാം നൂറ്റാണ്ടിൽ ജെയിംസ് ഫെർഗൂസൺ എന്നൊരു പ്രശസ്ത